നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങൾ, നിലപാടുകൾ, പറയുന്ന കാര്യങ്ങളിൽ എന്ത് കാര്യത്തിലാണ് അദ്ദേഹം പിന്നീട് അത് മാറ്റി പറയുന്നു, പിന്നീട് ഉറച്ചു നിൽക്കാത്ത അവസരങ്ങൾ ഉണ്ടാകുന്നു, പല നിലപാടുകൾ പല സമയത്ത് എടുത്തു മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിൽ നല്ല സൗഹൃദമാണ്, നല്ല കൂട്ടുകാരായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ രാജ്യത്തിനെതിരെ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറക്കുമതി തീരുവ 25% വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്കൊരു അടിതരാം എന്ന തീരുമാനത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുകയാണ്. മാത്രമല്ല 100% വരെ നമ്മുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കും എന്ന ഭീഷണിയൊക്കെയാണ് പിന്നീട് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് നമ്മുടെ രാജ്യത്ത് ഈ ഒരു തീരുമാനം, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ പിന്നീട് എങ്ങനെ പ്രതിഫലിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നു, ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിൽ മോദി മാപ്പ് പറയണം, അല്ലെങ്കിൽ മോദി മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടു. പക്ഷേ നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊണ്ടു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ട്രംപിന് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതോടുകൂടി വലിയൊരു ഊർജം നമുക്കൊക്കെ കൈവന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഇത്തരം തോന്നിയാസങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഇനി മുട്ടുമടക്കില്ല എന്ന തീരുമാനത്തിൽ ഊന്നി തന്നെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. 25% 100% തീരുവ ചുമത്തിയാൽ പോലും അങ്ങനെ തകർന്നു പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥിതിയല്ല നമ്മുടെ രാജ്യത്തിന് ഇപ്പോഴുള്ളത് എന്ന ആത്മവിശ്വാസം തന്നെയാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയോട് പോടാ പുല്ലേ എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വിചിത്രമാണ്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അത് നിർത്തണം, ഉക്രൈനിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെയാണ് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്നേഹമാണ്, യുദ്ധക്കൊതിയന്മാർ എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയാണ് പറയുന്നത് ഉക്രൈനിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ചൈനയ്ക്ക് എതിരെ ചില നിലപാടുകൾ അമേരിക്ക എടുക്കുന്നുണ്ട് എന്ന സൂചനകളാണ് വരുന്നത്. എന്തായാലും 25%-അപ്പുറത്ത് ഒരു തീരുവ വർധനവ് ഉണ്ടാവില്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നൽകുന്നത്. നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ എണ്ണ നിങ്ങൾ പൊതുവിപണിയിൽ വിൽക്കുന്നു എന്നൊക്കെ ചില സൂചനകൾ അല്ലെങ്കിൽ ചില വിമർശനങ്ങളും അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും എന്താണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രശ്നം എന്ന ഒരു വ്യക്തത വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം.